കൊച്ചു വെളുപ്പാങ്കാലത്തൊരു യാത്ര പോകുവാണേ. വീടൊക്കെ പൂട്ടി ഇറങ്ങുന്നേ ഉള്ളൂ. ഒരു ഉത്തരവാദിത്വവും ഇല്ലാതിരിക്കുന്ന ഒരാളെ കാണിച്ചു തരട്ടെ. നേരെ അങ്ങ് കയറി. ഡാ ഇങ്ങോട്ട് നോക്കിക്കേ. ഒന്നും അറിയണ്ടല്ലോ അല്ലേ. എവിടെ പോയാലും വേറ്റിനാടുള്ള യൂദാസ്ലിഹായുടെ കുരിശിടിയിൽ കാണിക്കയിടാൻ മറക്കാറില്ല. കശിവതുപോലെ ഉറക്കമായി. ഡ്രൈവ് ലൈസൻസ് എടുക്കാൻ നോക്കിയിരിക്കുക. ഉണ്ണിയാണ് ഡ്രൈവർ. ഉണ്ണിക്ക് ലോങ് ട്രിപ്പൊക്കെ ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്കൊരു റിഫ്രഷ്മെൻറ്റ്. അതിരാവിലെ യാത്രക്കിടെ കുടിക്കുന്ന ഈ ചായക്ക് സ്വാദേറും. നോക്കണ്ട, ഇതൊന്നും ഇപ്പോൾ കിട്ടില്ല. നേരെ പോയത് ഭരണങ്ങാനത്തേക്കാണ്, അൽഫോൺസമ്മയുടെ അടുത്തേക്ക്. അവിടെ കയറി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. പിന്നെ തിരിയൊക്കെ കത്തിച്ചു. അവിടുത്തെ ക്യാൻറ്റീനിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. വീണ്ടും യാത്ര. നേരെ പോയത് ഇടുക്കി, കോട്ടയം ജില്ലകളുടെ അതിർത്തിയിലുള്ള ഇലവീഴ പൂഞ്ചിറ എന്ന ഹിൽ സ്റ്റേഷനിലേക്കാണ്. ഈ ഹിൽ സ്റ്റേഷന് താഴെ ഒരു ചിറയുണ്ട്. ശക്തമായ കാറ്റുണ്ടായിട്ടും താഴെയുള്ള ചിറയിൽ ഒരു ഇല പോലും വീഴില്ല എന്നുള്ളത് കൊണ്ട് ഈ സ്ഥലത്തിന് ആ പേര് വന്നു എന്ന് പറയപ്പെടുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് 3200 അടി ഉയരത്തിലാണ് ഈ പ്രദേശം നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല തണുത്ത കാറ്റാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കോടമഞ്ഞ് ഇറങ്ങാറുണ്ട്. നമുക്കിവിടെ നിന്ന് ചൂട് അനുഭവപ്പെടുകയേയില്ല. രസകരമായ ഒരു ഐതിഹ്യം കൂടി ഈ സ്ഥലത്തിനുണ്ട് കേട്ടോ. മഹാഭാരത കഥയുമായി ബന്ധപ്പെട്ടിട്ടാണ്. പാണ്ഡവരുടെ വനവാസകാലത്തെ അവർ ഈ സ്ഥലത്ത് താമസിച്ചിരുന്നതായി പറയപ്പെടുന്നു. ഭീമസേനൻ പാഞ്ചാലിക്ക് കുളിക്കാനായി നിർമ്മിച്ച ഒരു ചിറ ഇവിടെയുണ്ട്. ഈ ചിറയാണ് പിന്നീട് ഇലവീഴ പൂഞ്ചിറയായി മാറിയതെന്ന് പറയപ്പെടുന്നു. എനിക്കിത് വയസ്സാം കാലത്ത് ഇത് എന്തിൻ്റെ കേടാണെന്നറിയത്തില്ല. എവിടെയും വലിഞ്ഞു കയറിക്കോളും. എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ വലിഞ്ഞു കയറാനായിട്ട്. രക്ഷപ്പെട്ട് കയറ് പറ്റി. ഈ പ്രകൃതി ഭംഗി ശരിക്കും ആസ്വദിക്കണമെങ്കിൽ ഇതുപോലെ മുകളിൽ കയറി നിൽക്കണം. ഇടുക്കി ജില്ലയിൽ തൊടുപുഴയിൽ നിന്നും മൂലമറ്റ ഭാഗത്തേക്ക് സഞ്ചരിച്ച് കാഞ്ഞാർ ഗ്രാമത്തിലെത്തി അവിടെ നിന്നും വലത്തോട്ട് 7 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇലവീഴ പൂഞ്ചിറയിലെത്താം. കോട്ടയത്ത് നിന്ന് 55 കിലോമീറ്റർ അകലെയാണ് ഇലവീഴ പൂഞ്ചിറ. എന്നാൽ ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിൽ നിന്ന് 20 കിലോമീറ്റർ യാത്ര ചെയ്താൽ മതിയാകും. ഇവിടെ ട്രെക്കിങ്ങിന് ജീപ്പ് സർവീസ് ഉണ്ട്. നടന്നു പോകാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ വേണമെങ്കിലും പോകാം. അപ്പോൾ ഇലവീഴ പൂഞ്ചിറ കണ്ടിട്ടില്ലാത്തവർ അടുത്ത യാത്ര അങ്ങോട്ടാകട്ടെ.